കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ, സോ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BPSC 101 BA പൊളിറ്റിക്കൽ സയൻസിൽ വരുന്ന ഒരു പേപ്പറാണ്. അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി എന്നാണ് കോഴ്സിന്റെ ടൈറ്റിൽ വരുന്നത്. സോ എന്തിനാണ് ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോവാണല്ലേ, ഡിസംബർ 2025 എക്സാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ അവർ ടേം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഈ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് എക്സാം റിലേറ്റഡ് ആയിട്ട് കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കാണും. സോ അതൊക്കെ ക്ലിയർ ചെയ്യാനും, അതേപോലെ തന്നെ എക്സാം പാറ്റേൺസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും മാർക്സും കാര്യങ്ങളൊക്കെ ഓരോ ബ്ലോക്ക് അനുസരിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏതൊക്കെ യൂണിറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, എങ്ങനെ ആൻസേഴ്സ് എഴുതണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയറിലെ മൾട്ടിപ്പിൾ ഇയേഴ്സ് ഓഫ് എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, ഇപ്പോൾ നമുക്ക് ഓരോ ബ്ലോക്ക് എടുത്താൽ അറിയാം, ഓരോ യൂണിറ്റിന്റെ ഉള്ളിൽ പല പല ടോപ്പിക്സുകൾ ഉണ്ട്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ, ചില ടോപ്പിക്സുകൾ ഇത്ര തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അത് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ഒരു രീതിയിൽ സിലബസിനെ നമ്മൾ മാപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റുകളാണ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്, ഏതൊക്കെ രീതിയിൽ മാർക്കുകൾ അലോക്കേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ആ ഒരു എന്താ പറയാ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. Then we discuss repeat questions. Okay, top 10 ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി തീംസിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് അറ്റ് ദ എൻഡ് വി ഓൾസോ ഡിസ്കസ് നമ്മൾ ടോപ്പിക് പ്രോബിലിറ്റിയും പ്രിഡിക്ഷൻസും, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ടേമിൽ എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രഡിക്ഷൻസും കാര്യങ്ങളും. ആൻഡ് ഓൾസോ വി പ്രസന്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ഫോർ ദ പ്രൊഡക്റ്റീവ് പേപ്പർ വിൽ ബി അവൈലബിൾ ഓൺ ദ ആപ്പ്. ഓക്കെ, ആപ്ലിക്കേഷനിലായിരിക്കും അത് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ മെത്തഡോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ടേമിന്റെ എക്സാമിനേഷനിലെ മൾട്ടിപ്പിൾ ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഫോർ ലേണർ മോട്ടിവേഷൻ, ബിക്കോസ് വെൻ യു പ്രിപ്പയർ ഫോർ ദ എക്സാം നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ കോൺഫിഡൻസ് കുറവ്, മോട്ടിവേഷൻ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. എക്സാമിന് വേണ്ടിയിട്ട് ഇരുന്ന് ഈ പറയുന്ന സബ്ജക്ട് പഠിക്കുന്നവരാണ് ഇതിനു മുന്നേ ഒന്നും തന്നെ വീഡിയോ ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കോ ഒന്നും നോക്കാതെ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ഇത് നോക്കുന്നവർ കാണും. സോ ഫോർ ദോസ് എന്താ പറയാ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അല്ലാണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു നല്ല രീതിയിലൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so coming to syllabus mapping by blocks, units and topics with exam relevance, here we have a comprehensive table. അവിടെ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസ്, റെലവൻസ്, ഇങ്ങനെ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി നമ്മൾ എടുത്താൽ അതിൽ അപ്പിയറൻസ് കൗണ്ട് നോക്കിയാൽ 9 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്. റെലവൻസ് എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. പിന്നെ നമ്മുടെ ടോപ്പിക് സെയിം ബ്ലോക്കിൽ തന്നെ യൂണിറ്റ് 1ലെ ടോപ്പിക് വേറെ ടോപ്പിക് ആണ്. ഇസ് പൊളിറ്റിക്കൽ തിയറി ഡെഡ്. ഓക്കെ, റിവൈവൽ. അപ്പിയറൻസ് കൗണ്ട് 8, അതായത് 8 തവണ ഇതിന് മുന്നേ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെലവൻസ്, പഠിക്കാനുള്ള ഒരു റെലവൻസ് എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 Ralph Miliband's view of the state, appearance count 11, so the relevance is high.
Then block 1 unit 2 വേറൊരു ടോപ്പിക് മാക്സ് വെബർ ഓൺ legitimation, appearance count 7 and relevance medium. Then manipulated consent and power, appearance count 5 and relevance medium. Then unit 3, block 2 unit 3, liberalism, classical, modern, welfareism, neoliberalism, appearance count 30 and high ആണ്. Then fourth unit Marxism, dialectical and historical, materialism 10 times high and relevance. Then utopian and scientific socialism 8 times medium relevance. Fourth one alienation and class struggle 9 times in medium relevance. Then fifth unit conservatism, Burke, Oxford 10 times high relevance ആണ്. Then sixth unit feminist political theory എന്ന് പറയുന്ന ടോപ്പിക് 9 ടൈം വന്നിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. Then seventh unit post modernism, Lyotard, Derrida, Foucault 11 times ആണ്, ഹൈ ആണ് റെലവൻസ്. Then eighth unit ആണ്, തേർഡ് ബ്ലോക്ക് ആണ്, പ്രൊസീജറൽ വേഴ്സസ് സബ്സ്റ്റേറ്റീവ് ഡെമോക്രസി 15 ടൈംസ് ആണ്, ഹൈ ആണ് അതിന്റെ റെലവൻസ്. Then എട്ടാമത്തെ യൂണിറ്റ് തിയറീസ് ഓഫ് ഡെമോക്രസി 10 time high relevance. Ninth one representation and theories, liberal, radical, etc. 9 times medium relevance ആണ്. Then ninth unit election system accountability എന്ന് പറയുന്ന ടോപ്പിക് 8 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. 10th യൂണിറ്റിലെ representative democracy principles and limits 7 times ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. Then 11th and 12th യൂണിറ്റിലെ ഓരോരോ ടോപ്പിക്സുകളുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസെന്റ് എന്ന് പറയുന്ന ടോപ്പിക് 12 ടൈംസ് വന്നിട്ടുണ്ട്, ഹൈ ആണ് കാറ്റഗറി അല്ലെങ്കിൽ റെലവൻസ്. Then 12th യൂണിറ്റിലെ സിറ്റിസൺഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് 10 ടൈംസ് ഹൈ ആണ് അതിന്റെ റെലവൻസ് വരുന്നത്. സോ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സ്കോർ ചെയ്ത് സ്കോറിംഗ് റൂൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഹൈ മീഡിയം ലോ എന്ന് പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 10 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈ എന്നും, ദെൻ 5 to 9 ഇൻ ബിറ്റ്വീൻ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മീഡിയം എന്നും, ദെൻ ലെസ് ദാൻ 5 അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ലോ എന്നുമാണ് നമ്മൾ പറയാറ്. ഓക്കെ, അടുത്ത് നമുക്ക് നമ്മളുടെ ഒരു ബാർ ചാർട്ട് ആണ്. അതായത് ഇപ്പൊ 3 ബ്ലോക്ക് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിന് പഠിക്കാനുണ്ട് അല്ലെ. സോ ഈ ഒരു 3 ബ്ലോക്കിൽ ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്ക് എന്നാണ് ഇതിലുള്ളത്. അപ്പം ബ്ലോക്ക് 3 എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് ബ്ലോക്ക് 2, ലാസ്റ്റ് വരുന്നത് ബ്ലോക്ക് 1. ഓക്കെ, ഇപ്പം നമ്മൾ 2021 തൊട്ട് 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ നമുക്കൊരു ഹീറ്റ് മാപ്പ് സമ്മറി ഉണ്ട്. അതായത് നമ്മൾക്ക് ഇപ്പൊ എന്താണ്, നമ്മളിപ്പോ ഓരോ ബ്ലോക്കില് തന്നെ ഡിഫറെന്റ് യൂണിറ്റുകൾ വരുന്നുണ്ട് അല്ലെ. സോ ആ ഓരോ ബ്ലോക്കിലും ഏത് യൂണിറ്റിനാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നാണ്. ഇപ്പം ഇവിടെ ഫ്രീക്വൻസി കണ്ടാൽ മനസ്സിലാവും, ഒരു മെറൂൺ കളർ കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബ്ലോക്ക് 1 എടുത്താൽ ഒരു മെറൂൺ കളർ ഇല്ല, പക്ഷെ വി ഹാവ് ഒരു ഓറഞ്ച് കളർ ഉണ്ട്. സോ യൂണിറ്റ് 2 ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. സോറി, യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 ബോത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 2 എടുക്കാനാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 3, യൂണിറ്റ് 4, അതേപോലെ തന്നെ യൂണിറ്റ് 7 വരുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 3 എടുക്കാനാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 8, യൂണിറ്റ് 11, യൂണിറ്റ് 12 ഈ 3 യൂണിറ്റിനാണ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഏറ്റവും വളരെ ടോപ്പ് ആയിട്ടുള്ള 3 ഹൈ ടോപ്പിക്സുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പ്രൊസീജറൽ വേഴ്സസ് സബ്സ്റ്റാന്റീവ് ഡെമോക്രസി ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്, സിൻസ് 2022 തൊട്ട് ഫീച്ചർ ചെയ്യുന്നുണ്ട്. റിഫ്ലെക്ടിങ് ഇറ്റ്സ് സെൻട്രാലിറ്റി ഇൻ കോൺടെമ്പററി ഡെമോക്രാറ്റിക് ഡിബേറ്റ്സ്. ഓക്കെ, then liberalism and neoliberalism frequently revisited ആണ്, because due to its ideological evolution and linkage to governance models. Then political participation and dissent, high recurrence aligns with focus on citizen agency and comparative political analysis. ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്, അതിന് വരുന്ന ടിപ്പിക്കൽ മാർക്ക്, എത്രത്തോളം വേർഡ് ലിമിറ്റ് കൊടുക്കണം, then ചോദിച്ചിട്ടുള്ള ഫ്രം 2021 to 2025 എത്രത്തോളം രീതിയിലാണ് അത്, എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പം അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടൈപ്പിൽ എസ്സേ ടൈപ്പ് വരുന്നുണ്ട്, അനലിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ട് എസ്സേ ടൈപ്പ് അനലിറ്റിക്കൽ ആണ്, അനലൈസ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 20 മാർക്കിന്. വേർഡ് ലിമിറ്റ് എന്താ പറയാ 400 വേർഡ്സ് ആണ്. ഫ്രീക്വൻസി വെരി ഹൈ, എല്ലാ തവണയും ചോദിക്കാറുണ്ട്. അതിൽ കോൺസെപ്റ്റുവൽ എക്സ്പ്ലനേഷൻസ്, ക്രിട്ടിക്കൽ റീസണിങ്, ആപ്ലിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ തിയറി അങ്ങനെയുള്ളതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ മിനി എസ്സേ 10 മാർക്കാണ്. 2 മാർക്ക് വെച്ചിട്ട് 2 ആയിരിക്കും, 2 എസ്സേ ആയിരിക്കും. വേർഡ് ലിമിറ്റ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 200 വേർഡ്സ് ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. ദെൻ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫോക്കസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കീ തിങ്കേഴ്സ് ഓർ സബ് കോൺസെപ്റ്റ്സ്. ഓക്കെ,
ദെൻ ഡെഫിനിഷൻ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ 10 to 15 മാർക്കാണ് വരുന്നത്. 250 വേർഡ്സ്, മോഡറേറ്റ്, ഫാക്ച്വൽ ക്ലാരിറ്റി, ടെർമിനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ്, ബേസിക് കോൺസെപ്റ്റൽ ഫ്രെയിമിംഗ്. ദെൻ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ തീമാറ്റിക് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ 20 മാർക്കാണ്. 400 to 450 വേർഡ്സ് ആണ്. മോഡറേറ്റ് ടൈപ്പ് ആണ്. എല്ലാ തവണയും അങ്ങനത്തെ കമ്പാരിറ്റീവ് തീമാറ്റിക് ഡിസ്കഷൻ ചോദിക്കില്ല. അപ്പൊ അത് മോഡറേറ്റ്. ദെൻ അനലിറ്റിക്കൽ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ തിയറീസ് ഓർ അപ്രോച്ചസ്. എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലിബറലിസം വേഴ്സസ് നിയോ ലിബറലിസം അങ്ങനെ കമ്പയർ ചെയ്യാനും തീമാറ്റിക് ഡിസ്കഷൻസും കാര്യങ്ങളിലാണ് ചോദിക്കാറ്. അടുത്തത് ആപ്ലിക്കേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റിഫ്ലക്ഷൻ ആണ്. 10 to 20 മാർക്ക് വേരിയബിൾ ആണ്. ദെൻ ലോ മോഡ് റേറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവാലുവേറ്റീവ് റീസണിംഗ് യൂസിംഗ് തിയറിറ്റിക്കൽ ഫ്രെയിംവർക്സ് ഇൻ കോൺടെമ്പററി കോണ്ടെക്സ്റ്റ്. ഓക്കെ, സോ ഇനി ടോപ്പ് 4 ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം. essay type analytical 20 മാർക്കാണ്, which assesses a student's ability to synthesize political concept and apply theoretical reasoning. Typically requires a 400 words structured essay covering introduction, analysis and conclusion. Depth and coherence in argumentation carries significant mark. Then second one, short note, 200 words. Evaluate precision and comprehension of specific thinkers, ideologies or subtopics. Example, Ralph Miliband's views on the state. Each carries around 10 mark and rewards concise articulation and factual accuracy. Third one, comparative അല്ലെങ്കിൽ contrast questions ആണ്. 20 മാർക്കിനാണ്. Designed to test conceptual discrimination ആണ്. Example, evolutionary versus revolutionary socialism. Responses should balance descriptive clarity with analytical insight. Ideal length 400 to 450 words ആണ്. അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ബേസ്ഡ് ആണ്. 10 to 15 മാർക്കാണ്. Covers foundational theoretical ideas and definitions. Example, what is politics? Focuses on clarity, key terms and relevance rather than critic. Okay. ഇനി നമ്മൾ നേരത്തെ കണ്ടു ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന്. ഇനി നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നാണ്. ബ്ലോക്ക് 1 ഇൻട്രൊഡ്യൂസിംഗ് പൊളിറ്റിക്കൽ തിയറി, ബ്ലോക്ക് 2 അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി, ബ്ലോക്ക് 3 ഗ്രാമർ ഓഫ് ഡെമോക്രസി. 3 ബ്ലോക്ക് ഉണ്ട്. അപ്പം ബ്ലോക്ക് 1ൽ നിന്ന് ചോദിച്ചിട്ടുള്ള ആവറേജ് മാർക്ക് നമ്മൾ ഒരു 7 സെഷൻസോളം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് 18 മാർക്കാണ്. 18% ആണ് വന്നിട്ടുള്ളത് ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 2 അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി 32 ആണ് ആവറേജ് മാർക്സ് പെർ പേപ്പർ, ടോട്ടൽ ഷെയർ 32%. ബ്ലോക്ക് 3 ഗ്രാമർ ഓഫ് ഡെമോക്രസി ആവറേജ് മാർക്സ് പെർ പേപ്പർ എന്ന് പറയുന്നത് 50 ആണ്, ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 50% ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ മുമ്പ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് നിങ്ങൾ ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്ക് ഈ ചോദിച്ചിരിക്കുന്നത്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു എസ്സേ ടൈപ്പ് ഉണ്ട്, ഷോർട്ട് നോട്ട് ഉണ്ട്, അങ്ങനെ പല ക്വസ്റ്റ്യൻ ഫോർമാറ്റും പറഞ്ഞു. അപ്പൊ ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെ എടുക്കുമ്പോൾ ഇതിന്റെ മാർക്ക് ചോദിച്ചിരിക്കുന്നതിൽ ടോട്ടൽ മാർക്ക്, പെർസെന്റേജ് ഓഫ് ടോട്ടൽ മാർക്കിൽ ചേഞ്ച് ഉണ്ടോ എന്നാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെ എടുത്താലും എല്ലാം സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് മാർക്കും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ പാറ്റേൺ ഹൈലൈറ്റ്, ഷോർട്ട് നോട്ട് ആൻഡ് എസ്സേ ഡോമിനേറ്റ് ഓവർ 80% ഓഫ് ടോട്ടൽ മാർക്ക്. നോ ഒബ്ജക്റ്റീവ് ഓർ ന്യൂമറിക്കൽ സെക്ഷൻസ് ഒബ്സർവ്. Democracy oriented essays, participation, citizenship, representation steadily grew from 40% in 2021 to nearly 55% by 2025. Okay. Then approaches to political theory retained consistent weight due to requiring ideological focus, liberalism, Marxism, feminism. അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി നമുക്ക് നോക്കാം. For a 3-hour 100-mark paper, allocate time proportionally to weightage. Essay type questions 2 into 20, 40 marks.
35 മിനിറ്റ് ഈച്ച് ആണ് വരുന്നത്. 70 മിനിറ്റ്സ് ടോട്ടൽ സ്പെൻഡ് ചെയ്യുക. അപ്പം എസ്റ്റേസ് ചോദിക്കുമ്പോഴത്തേക്കും 40 മാർക്കാണ്. അപ്പൊ 35 മിനിറ്റ് വെച്ച് നിങ്ങൾ ഒരു 70 മിനിറ്റ് അതിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. 3 മണിക്കൂർ 100 മാർക്ക് പേപ്പർ ആയതുകൊണ്ട്. ഷോർട്ട് നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും 40 മാർക്കായിരിക്കും. 10 മാർക്കിന് 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20 മിനിറ്റ് വെച്ച് എന്ത് ചെയ്യാം, മൊത്തം 80 മിനിറ്റ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. അടുത്തത് കോൺസെപ്ച്വൽ അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ടൈപ്പ് ആണെങ്കിൽ 20 മാർക്ക് ആയിരിക്കും. 30 to 35 മിനിറ്റ് അതിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഒരെണ്ണത്തിന്. ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് റിസർവ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊന്ന് റിവ്യൂ ചെയ്യാനും എല്ലാം പ്രോപ്പർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്നും നോക്കാനും വേണ്ടിയിട്ട്. ഇനിയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. സോ ടോപ്പ് 10 റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ള 10 റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം 2021 to 2025. First question, distinguish between procedural and substantive democracy. Appearance count 6, average mark 20. Number 2, discuss the liberal theory and phases of liberalism. Appearance count 6, average mark 20. Number 3, examine Ralph Miliband's view on the state. Appearance count 5, average mark 10 to 20. Fourth one, explain the evolution and waves of feminist political theory. Appearance count 5, average mark 20. Fifth one, what is political conservatism? Discuss with reference to Burke, Oxford. 5 mark 20. Sixth one, explain the normative and empirical approaches to political theory. 4 mark appearance ആണ് വരുന്നത്. 20 ആണ് മാർക്ക്. Seventh one, discuss the theories of representation in democracy. 4 times 20 mark. അടുത്തത് ഇലാബറേറ്റ് അപ്പോൺ ക്ലാസ് സ്ട്രഗിൾ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് 4 times 20 മാർക്ക്. Critically examine Weber's concept of legitimacy 3 times 20 mark. 10th one, enumerate and describe factors impacting political participation and dissent 3 times 20 mark. Okay, നമുക്ക് ഫ്രീക്വൻസി ടേബിൾ നോക്കാം. ഇപ്പൊ നമുക്ക് ഫ്രീക്വൻസി ടേബിൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടോപ്പിക് ഇപ്പൊ ഫസ്റ്റ് വൺ പ്രൊസീജിയറൽ വേഴ്സസ് സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി ആണ്. അപ്പൊ അതിൽ ഡെമോക്രാറ്റിക് തിയറീസും കാര്യങ്ങളാണ് തീമാറ്റിക് ഏരിയ വരുന്നത്. അപ്പിയറൻസ് കൗണ്ട് 6 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഉള്ളതല്ലേ. അപ്പൊ അത് ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ടോപ്പിക് തീമാറ്റിക് ഏരിയ ഡിസ്കസ് ചെയ്യാം. അടുത്തത് ലിബറലിസം, അത് ഐഡിയോളജീസ് ആണ് അതിന്റെ തീമാറ്റിക് ഏരിയ. റാൽഫ് മിലിബാൻഡ് സ്റ്റേറ്റ് അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പവർ. ദെൻ ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ തിയറി, ഐഡിയോളജിക്കൽ ക്രിട്ടിക് ആണ് വരുന്നത്. പൊളിറ്റിക്കൽ കൺസർവേറ്റിസം, ഐഡിയോളജീസ്. അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി, ഫൗണ്ടേഷൻസ്. റെപ്രസെന്റേഷൻ, ഡെമോക്രസി. ക്ലാസ് സ്ട്രഗിൾ ആൻഡ് മെറ്റീരിയൽസും ആണെന്നുണ്ടെങ്കിൽ മാസസ് തോട്ട്. ദെൻ വെബേഴ്സ് ലെജിറ്റിമസി, പൊളിറ്റിക്കൽ അതോറിറ്റി. പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസെന്റ്, ഡെമോക്രാറ്റിക് പ്രാക്ടീസ്. ഒക്കെ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ വരുന്ന സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നോക്കിയാൽ, അതായത് എങ്ങനെയൊക്കെ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രാറ്റജി യൂസ് ചെയ്ത് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, അതിന്റെ ഉള്ള ഒരു അഡ്വൈസ് ആണ്. നിങ്ങളൊരു ടൈം വെച്ചിട്ട് തന്നെ ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് 5 മിനിറ്റ്സിൽ അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഔട്ട്ലൈൻ ചെയ്തിട്ട് ഒരു 12 തൊട്ട് 14 മിനിറ്റ് വരെ എടുത്തിട്ട് അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നോക്കുക ഓരോന്നിനും. അതേപോലെ തന്നെ ഓരോ തിങ്കേഴ്സിനെ നമ്മൾ എടുക്കുമ്പോൾ അവരെ ടോപ്പിക്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ടു സ്ട്രെങ്തൻ അനലിറ്റിക്കൽ റെസ്പോൺസ് ആൻഡ് ഓൾസോ അറ്റംപ്റ്റ് ഈച്ച് ഓഫ് ദിസ് ടോപ്പിക് 10 ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ്. ഓക്കെ, നമ്മൾ അണ്ടർ ടൈമിൽ ഒരു 2 തവണയെങ്കിലും ഓരോ ടോപ്പിക്കുകളും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് 2021 തൊട്ട് 2025 വരെയുള്ള PPSC 101ന്റെ ടോപ്പ് 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിന്റെ ഒരു ഷെയർ. ഓക്കെ, പെർസെന്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം വെബേഴ്സ് ലെജിറ്റിമസി ആണെങ്കിൽ 6.7%, പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസെന്റ് ആണെന്നുണ്ടെങ്കിൽ 6.7%. ലൈക്ക് അങ്ങനെ ഓരോ ടോപ്പിക്കുകളും അതിന്റെ പെർസെന്റേജും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസംബറിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് നമുക്ക് നോക്കാം. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ടോപ്പിക് പ്രൊസീജിയറൽ വേഴ്സസ് സബ്സ്റ്റാൻഷ്യൽ ഡെമോക്രസി 90% ഹൈ കാറ്റഗറി. ബ്ലോക്ക് 2 യൂണിറ്റ് 8 യൂണിറ്റ് 3 ലിബറലിസം, ക്ലാസിക്കൽ ആൻഡ് നിയോ, പ്രോബിലിറ്റി 85 category high. Block 1 Unit 2 Ralph Miliband's view on the stage, probability 75% category high. Block 2 Unit 6 Feminist political theory, probability 70% category high. Block 2 Unit 5 Political conservatism, probability 70% category high. Block 1 Unit 1 topic normative and empirical approaches, probability 60 category medium. Then Block 3 Unit 9 representation in democracy, probability 55% category medium. Block 2 Unit 4 class struggle and historical materialism, probability 50 category medium. Block 1 Unit 2 topic Weber's concept of legitimacy, probability 45% category medium.
Block 3, Unit 11, Topic Political Participation and Dissent, Probability 40 and Category Media. ഇതിന്റെയൊക്കെ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് എടുത്താൽ എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇങ്ങനെ പുട്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം പ്രൊസീജറൽ വേഴ്സസ് സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി ലാസ്റ്റ് 7 പേപ്പറിലും 6 ടൈംസ് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലിബറലിസം കൺസിസ്റ്റന്റ്ലി വന്നിട്ടുള്ളതാണ്. റാൽഫ് മിലീബൻസ് തിയറി ആണെന്നുണ്ടെങ്കിലും ഓൾട്ടർനേറ്റ് ഇയറിൽ റെക്കറന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ തിയറി ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട്, ബിക്കോസ് ഡ്യൂ ടു ഇറ്റ് ഡ്രൈവേഴ്സ് ഫേസ് ഫ്രെയിമിംഗ്, അത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ദെൻ കൺസർവേറ്റിസം ആണെന്നുണ്ടെങ്കിൽ 5 കോൺസിക്യൂട്ടീവ് ടേംസിൽ വന്നിട്ടുണ്ട്. അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി ഓൾസോ അപ്പിയർഡ് ഇൻ ഓൾട്ടർനേറ്റീവ് എക്സാംസ്. ദെൻ representation in democracy which is paired with democracy based concepts and questions. അതേപോലെ തന്നെ മാർക്സിസ്റ്റ് ക്ലാസ് മെറ്റീരിയലിസം സൈക്കിൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ 2 സെഷൻസ് വെച്ചിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ വെബേഴ്സ് ലെജിറ്റിമസി 2023 അവിടെ തൊട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസെന്റ് ഓൾസോ എന്താ പറയാ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് നോക്കാം. ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്കാണ്? ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ടു 70% കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ പ്രൊസീജറൽ ഡെമോക്രസി, ലിബറലിസം, ഫെമിനിസം, കൺസർവേറ്റിസം, ബിലീവ് ആൻഡ് സ്റ്റേറ്റ് ആണ്. അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ടൈം ബേസിസിൽ തന്നെ എസ്സേസ് പ്രാക്ടീസ് ചെയ്യുക, ടീച്ച് ബാക്ക് മെത്തേഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. ഒരാളെ പഠിപ്പിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കും, സോ ദാറ്റ് നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ടയർ 2 മീഡിയം പ്രയോറിറ്റി ഇൻ ബിറ്റ്വീൻ 40 to 69% ആണ്. Focus topics, representation, approaches, class struggle, legitimacy, participation. Strategy എന്ന് പറയുമ്പോൾ create comparative charts, revise via flashcards of definitions and thinkers, solve old style 10-mark mini essays for reinforcement. ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം, ചാർട്സുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു 10 മാർക്കിന്റെ ഒരു മിനി എസ്സേസും കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ദെൻ ടയർ 3 ലോ പ്രയോറിറ്റി ലെസ് ദൻ 40% ഒരു ഇത് കൊടുത്ത് പഠിക്കേണ്ടത്. ഫോക്കസ് ടോപ്പിക്സ്, മൈനർ ഐഡിയോളജിക്കൽ ഓഫ് ഷൂട്ട്സ്, ഗ്ലോബലൈസേഷൻ എഫക്ട്, ഈ ഡെമോക്രസി. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സമ്മറീസും കാര്യങ്ങളും സ്കിം ചെയ്യുക, അതേപോലെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ്, BA PSH ടേമിന് എക്സാമിനേഷൻ December 2025. PPCS 101 അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ തിയറി. ടൈം 3 മണിക്കൂറാണ്. മാക്സിമം മാർക്ക് 100 ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 സെക്ഷൻസ് ആയിട്ടായിരിക്കും. അപ്പൊ ഒരു സെക്ഷനിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് 400 വേർഡ്സ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 20 മാർക്ക്. ഇപ്പൊ സെക്ഷൻ 1 എടുത്താല് ക്വസ്റ്റ്യൻ നമ്പർ 1, explain the major approaches to the study of political theory and critically assess how they differ in the treatment of values, facts and explanation. അത് സെക്ഷൻ 1-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ദ സെൻട്രൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബറൽ പൊളിറ്റിക്കൽ തോട്ട്. ഹൗ ഡു ഏർലിയർ ഫോർമുലേഷൻസ് ഓഫ് ലിബറലിസം ഡിഫർ ഫ്രം ലേറ്റർ വെൽഫെയർ ഓറിയന്റഡ് വേർഷൻസ്. അത് രണ്ടാമത്തേത്. മൂന്നാമത്താണെന്നുണ്ടെങ്കിൽ എക്സാമിന്റെ കീ ഐഡിയാസ് ഓഫ് മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ തിയറി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസും ആൻഡ് ക്ലാസ് സ്ട്രഗിൾ ആണ്. നാലാമത്തത് അനലൈസ് കോൺട്രിബ്യൂഷൻ ഓഫ് ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ തിയറി ടു റീതിങ്കിങ് പവർ, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഇൻ പൊളിറ്റിക്കൽ ലൈഫ്. അതാണ് സെക്ഷൻ 1-ലെ. അപ്പൊ സെക്ഷൻ 1-ൽ നിന്നും അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പിക്ക് ചെയ്യണം. സോ അങ്ങനെ വരുമ്പോൾ ഒരു സെക്ഷനിൽ നിന്ന് 3ഉം ഒരു സെക്ഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. ദെൻ സെക്ഷൻ 2, 5th question, distinguish between procedural and substantive understandings of democracy. Why is this distinction important for evaluating democratic system? 6th one, discuss different conceptions of political representation and examine their significance for connecting citizens with governing institutions. 7th one, evaluate the main features of conservative political thought with reference to themes such as tradition, authority, and the idea of an organic society. 8th one, examine how questions of state power and legitimacy are addressed in modern political theory with reference to any 2 major thinkers you have studied. Okay. സോ അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ സെക്ഷനിൽ നിന്ന് 4 എണ്ണം വെച്ചിട്ടാണ്. സോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും എഴുതേണ്ടത് 5 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് മെയിൻ നോക്കേണ്ടത് അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സെക്ഷൻ നിങ്ങൾ പിക്ക് ചെയ്യാന്നുള്ളതാണ്. സോ ദിസ് ആർ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിൽ ബി അവൈലബിൾ ഓൺ ആപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ മാർക്കിംഗ് സ്കീമും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഗൈഡ് പഠിച്ചിട്ട് പോകുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മള് PYQ പഠിച്ചിട്ട് പോയവരൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഒരു കോൺഫിഡൻസോട് കൂടി അവർക്ക് എക്സാം എഴുതാൻ പറ്റിയെന്നുള്ളത്. സോ
നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദറ്റ് യു ഗോ ത്രൂ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഹിയർ ടുഡേ. ഓൾസോ മേക്ക് ഷുവർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മസ്റ്റ് ആയിട്ടും പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതി നിങ്ങൾ എന്താ പറയാ നല്ല രീതിയിൽ കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോവാ. സോ യെസ്, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.